കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ ഭക്തരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമല്ല, സത്യാന്വേഷികളായിട്ടുള്ള ഗുരുക്കന്മാരെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ഗുരു സങ്കേതം ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുക എന്നത് തന്നെ മഹാപുണ്യമാണ്. അവർക്ക് ആത്മജ്ഞാനം ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും ശക്തമായ ഒരു ഇടം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഭഗവാന്റെ ഭക്തരെ ആ സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചാനൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് ശരിക്ക് ഗോപാലപിള്ള, ഗോപി എന്ന് എല്ലാവരും വിളിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ഗോപാലപിള്ള എന്നാണ്. അദ്ദേഹം കുറ്റിച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് താമസിക്കുന്നത്. കുറ്റിച്ചൽ എന്ന് പറയുമ്പോൾ ശരിക്ക് പറഞ്ഞാൽ നമുക്ക് അധ്യാത്മ ചിന്താലയ ആശ്രമം, അതായത് ഭഗവാന്റെ കർമ്മഭൂമിയായ അധ്യാത്മ ചിന്താലയ ആശ്രമം. കർമ്മഭൂമി എന്ന് പറയാൻ കാരണം 1/2 നൂറ്റാണ്ട് കാലം, 50 വർഷക്കാലം ഭഗവാൻ കർമ്മനിരതനായിരുന്ന സ്ഥലമാണ് ശരിക്ക് അധ്യാത്മ ചിന്താലയ ആശ്രമം. അതാണ് കർമ്മഭൂമി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. അതിന് 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇദ്ദേഹത്തിൻ്റെ താമസം. ഭഗവാനുമായിട്ട് വളരെ കാലത്തെ ബന്ധമുണ്ട്. 45 വർഷത്തോളം ആയിട്ട് ഭഗവാന്റെ സന്നിധിയിൽ പോകുന്ന ആളാണ്. അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്. അദ്ദേഹമാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ചാനലിലേക്ക് അങ്ങനെ സ്വാഗതം ചെയ്യുന്നതിനൊപ്പം തന്നെ
ഭക്തർക്ക് വേണ്ടി അങ്ങയുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഭക്തർക്ക് വേണ്ടി സംസാരിക്കാം. ഞാൻ ഒരു ദിവസം ഭഗവാൻ ഇരുന്നപ്പം എൻ്റെ മോളെ കല്യാണത്തിന് ഒന്നും ആയില്ലായിരുന്നു. അപ്പോൾ ആറ്റുകോലിൽ ചെന്ന് ഒരു നാരങ്ങ വിളക്ക് കത്തിച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഭഗവാന്റെ അടുത്ത് പോയി. അപ്പോൾ പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അത് നടക്കട്ടെന്ന് പറഞ്ഞു. അപ്പോഴത് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി ഭഗവാൻ്റെ അടുത്ത് പോയപ്പോൾ പൈസ വല്ലതും മിച്ചം ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പോൾ പൈസ മിച്ചം ഉണ്ടായിരുന്നു. അത് ഇരിക്കരുതെന്ന് പറഞ്ഞു ഭഗവാൻ. എന്നിട്ട് ഞാൻ വീട്ടിൽ പോന്നു. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇതേപോലെ ഭഗവാനെ കാണാൻ വേണ്ടി ഞാൻ പോയി. ഭഗവാനെ കണ്ടിട്ട് ഞാൻ വന്നപ്പോൾ ഭഗവാൻ അവിടെ ആശുപത്രിയിൽ ആയിരുന്നു, PRS ആശുപത്രി. ഒന്ന് ഭഗവാനെ കാണാനാണ് വന്നതെന്ന്. അപ്പോൾ പുള്ളി എന്നെ വരട്ടി. ഞാൻ അവിടെ ഇരുന്ന് ഇതേപോലെ ബെഞ്ചിലിരുന്നപ്പം കുറേ നേരം ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് നിന്ന് തൊഴുകയായിരുന്നു. എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞ് മക്കളെ ഞാൻ ഭഗവാൻ കണ്ടുകൂടെ ഇരിക്കട്ടെന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എഴുത്തിഞ്ഞ് പോന്നു. കുറച്ച് വെള്ളം അവളെ അടുത്ത് തന്ന് കുടിച്ചു. അങ്ങനെ ഭഗവാനെ നേരിട്ട് ഞാൻ അവിടെ വെച്ച് കണ്ട് സങ്കടപ്പെട്ടു. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാനാണ് ഇന്ന് വരെ നേടി തന്നിട്ടുള്ളത്. അവിടെ നിന്ന് ഞാൻ ശബരിമല പോകാൻ നേരത്ത് ഭഗവാന്റെ കൂടെ ചെന്ന് ചോദിച്ച് ഞാൻ നാച്ചിയാറ് എരുമേലി വഴി പോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പോകാൻ പറഞ്ഞു. പോയി അവിടെ നിന്ന് ഒരു പിറ്റേ വർഷം പുൽമേട് വഴി പോട്ടാന്ന് ഭഗവാന്റെ കൂടെ ചോദിച്ചു. അവിടെ ഒരുപാട് സമയം പാണ്ഡിത്താവളത്ത് ഇരിക്കുന്നുണ്ട്. അവിടെ 2 കടുവയുണ്ടായിരുന്നു. ഒരു കടുവ ഇല്ല, ഒരു കടുവയേ ഉള്ളൂ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങ് പൊയ്ക്കോളാൻ പറഞ്ഞു. പോയി. പിന്നെ ബാക്കിയുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. മാളിയപ്പുറത്ത് ചെല്ലുന്നവരെ ഒരു വകയും അറിഞ്ഞൂടായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പമ്പയിൽ നിന്നാണ് പോണത്. അപ്പോൾ എനിക്ക് നല്ല കൈയും കാലും ഒക്കെ വയ്ക്കുമ്പോൾ ഒരു ക്ഷീണം പോലെ തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം ഭഗവാന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗണപതിയും കോവിൽ കഴിഞ്ഞ് അപ്പുറത്തിരുന്നു. കൊടുക്കം എൻ്റെ ഭാര്യയും വേറെ അവരവിടെ 2-3 പെണ്ണുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ബാബരസ്വാമിയുടെ അടുത്ത് കിടന്ന് ഞാൻ ഉറങ്ങണം ഇവർ വന്നപ്പോൾ. അങ്ങനെയുള്ള ഭാഗ്യങ്ങളെല്ലാം ഭഗവാൻ എനിക്ക് ചെയ്തു തന്നു. ഇപ്പോഴേ ശബരിമല പോയപ്പോഴും ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവർ മുമ്പേ പോകും, ഞാൻ ഇവരെ പുറകെ ഇരിക്കും. എന്നിട്ട് ഇവർ വരുമ്പോൾ ഇവരെ മുമ്പേ പോകും, എവിടെയെങ്കിലും ചെന്നിരിക്കും. അപ്പോഴേ ഇവർ വരും. അങ്ങനെ പോയി. രണ്ടാമത് ഞാൻ അഗസ്ത്യകൂടത്ത് പോകാനായിട്ട് ഇന്നിപ്പോൾ ഭഗവാന്റെ കൂടെ അഗസ്ത്യകൂടത്ത് പോകാൻ ഞാൻ ചോദിച്ചു. അപ്പോൾ എൻ്റെ കാല് കൂടം വെച്ച് പൊട്ടിപ്പോയി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു കാല് വയ്യില്ലെന്ന് പറഞ്ഞ് ഞാൻ ഭഗവാന്റെ മുമ്പ് ഒന്ന് കരഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു കുറേ കാലം കൊണ്ട് പോവുകയല്ലേ, നിങ്ങളവിടെ ഒരു തിരിയും കത്തിച്ച് വെച്ചിട്ട് അവിടെ നിന്നാൽ മതി. ഒരു ഗണപതിയുടെ ഒരു ചെറിയ ഫോട്ടോ എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ അവിടെ തിരിയും കത്തിച്ച് വെച്ചിട്ട് നിന്ന്. അപ്പോൾ രാത്രി 1:15 മണിയായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരാൾ ഭയങ്കരപ്പെട്ട കുന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങളും കൂടെ വരുമെന്ന് ചോദിച്ചു. അങ്ങേര് പറഞ്ഞു അങ്ങേരെ കൊണ്ട് കയറാൻ പറ്റില്ലെന്ന്. ഇവിടെ അഗസ്ത്യകൂടത്ത് നാച്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്ത്. എവിടെ? നാച്ചിയാർ മോട്ട. ഭയങ്കരപ്പെട്ട കുന്നാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യെ ഇത്തിരി ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചു. പുള്ളി എൻ്റെ കയ്യെ പിടിച്ച്. ബാക്കിയുള്ളവർ വന്നപ്പോൾ ഞാൻ കടക്കാട്ടിൻ്റെ ഇടയിൽ കിടന്ന് ഉറങ്ങണം. അങ്ങേര് ഇപ്പുറത്തെ സൈഡിലിരിക്കുകയായിരുന്നു. വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ അഗസ്ത്യകൂടത്ത് പോയി. തിരിച്ചു വന്നപ്പം ഭഗവാൻ ചോദിച്ചു 2-3 ഇടത്ത് വിടുന്നല്ല അന്ന്. അത് സാരമില്ലെന്ന് പറഞ്ഞു. അടുത്ത് കൂടെ ഉള്ളവർ വന്നപ്പോൾ ഞാൻ പൊങ്കാലപ്പാറയിലെത്തി. പൊങ്കാലപ്പാറയിൽ എത്തിയപ്പോൾ ഇവർ വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് അവർ വിളിച്ചൊക്കെ കൊണ്ടുപോയി, വെള്ളമൊക്കെ തന്ന് കൊണ്ടുപോയി. അവിടെ നിന്ന് മരക്കൂട്ടം എന്ന് പറയുന്ന ഒരു ഭയങ്കരപ്പെട്ട ഒരു വനമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ നടന്നു വരികയായിരുന്നു. അപ്പോൾ നമ്മളതിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ആളിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ആ കുപ്പിയിൽ ഇരിക്കണമെങ്കിൽ വെള്ളം അങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ ആ 2 ദിവസത്തേക്ക് മുമ്പാണ് ആൾ പോയത്. അപ്പോൾ ആ ആൾ പറഞ്ഞ് കുപ്പിയിലിരുന്ന വെള്ളം എങ്ങനെ ഇങ്ങനെ കണ്ട് എന്ന് കൂടെയുള്ളവരുടെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞ് അത് അങ്ങെടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അത്രയും ഇതായിട്ട് പറഞ്ഞില്ലേ, അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ വെള്ളം എടുത്ത് തന്നു. ഞാൻ കുടിച്ചു. അവിടെ നിന്ന് നേരെ മുകളിൽ കയറി ഭഗവാന്റെ അടുത്ത് കുറേ നേരം അവിടെ ചെന്ന് ഇരുന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു വാദം പറത്തി ഉണ്ടായിരുന്നു. അതിനെ ഞാൻ ഇളക്കി ബാഗിനകത്ത് വെച്ച് അപ്പോൾ ഫോറസ്റ്റ് പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ ചുറ്റി തോർത്ത് വെച്ച് കെട്ടി ഇനി പോന്നു. അതുകൊണ്ട് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഇത് എടുത്തതിരിച്ചിട്ട് ഇനി അതെടുക്കണ്ട എന്ന് പറഞ്ഞ് അത് കൊണ്ടുവന്ന് അത് ഞാൻ വലിച്ചു വെച്ച് ഉണക്കി. അപ്പോൾ കുറച്ചിപ്പം അവിടെ ആശ്രമത്തിൽ സാറിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. കുറച്ച് എൻ്റെ കയ്യിലുണ്ട്, പിന്നീട് എടുത്തില്ല.
അങ്ങനെയുള്ള വാദമർത്തി ഏറ്റവും കൂടുതലുള്ളത് അവിടെയാണ്. ഈ പൊങ്കാലക്കളം, ഇത് ഭഗവാന്റെ അടുത്തുനിന്ന് എടുത്തതാണ്. മുകളിലും ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഭഗവാൻ ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക് എൻ്റെ കൊച്ചിലേ മുതലുള്ള. അപ്പം ഞാൻ ഒരാളിൻ്റെ തിരുവനന്തപുരത്ത് കൈതമുക്കിൽ ആത്മാനന്ദ സ്വാമി ചെയ്യുന്ന വിദ്യ വാങ്ങിച്ച് ഭഗവാന്റെ അടുത്ത് ഞങ്ങൾ 5 പേരും കൂടെ പോയി. അപ്പോൾ ഭഗവാന്റെ കൂടെ പറഞ്ഞ് അങ്ങേരക്ക് വിദ്യ ഞാൻ കൊടുത്തു എന്ന് ഭഗവാൻ പറഞ്ഞ് അത് സാരമല്ല പോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതിന് ഇരിക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അടുത്ത് അപ്പോൾ കഞ്ഞി അടുപ്പിൽ കിടക്കുകയായിരുന്നു. എല്ലാവരുടെയും പറഞ്ഞ് കഞ്ഞി കുടിച്ചോണ്ട് അവരങ്ങ് തമിഴ്നാട്ടിൽ പോയി. ഞാൻ ഇരുന്ന് കഞ്ഞി കുടിച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്ത് തേവങ്കോട് ആശ്രമത്തിൽ ഞാൻ പോയപ്പം രാവിലത്തെ കാപ്പി കുടിക്കാൻ പറഞ്ഞ് കുടിച്ച് അവിടെ ഇരുന്ന് 1 മണിക്കൂർ കഴിഞ്ഞില്ല. അതിന് മുമ്പ് ഭഗവാൻ പറഞ്ഞ് എൻ്റെ കൂടെ ചോറ് തിന്ന്. ഞാൻ ചോറ് തിന്ന് തിന്നിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഏതെങ്കിലും വണ്ടി വരും അതിൽ കയറി പോകും. അപ്പോൾ എനിക്ക് സങ്കടം വന്ന് എന്തോ ആണെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അവിടെ ചെന്നപ്പോൾ എൻ്റെ കടയിൽ ചാരായ കച്ചവടം എന്ന് പറഞ്ഞ് എച്ച് സാറ് റൈഡ് നടത്തി. അപ്പോൾ അതിനകത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് ഇപ്പുറത്തെ കട കൂടെ ഒന്ന് നോക്കിയിട്ട് പെയ്യാൻ മതി സാറെന്ന്. അപ്പോൾ എൻ്റെ മോൻ കണക്ക് ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ എന്നെയും വിളിച്ചും കൊണ്ട് എച്ച് എസ് ഓഫീസിൽ പോയിട്ട് പറഞ്ഞ് എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഒറ്റ എണ്ണം കാണില്ലായിരുന്നു സാറെന്ന് കൊടുക്കുക. അങ്ങനെ താഴ്മ പറഞ്ഞു മോൻ്റെ കൂടെ. അപ്പോൾ അത്രയുള്ള ഭാഗ്യം കൊടുക്കും. കാർത്തിയൻ സാറിൻ്റെ കൂടെ പറഞ്ഞ് കാർത്തിയൻ സാറ് എത്ര കാലം വേണോ കച്ചവടം ചെയ്യാനുള്ള ഇത് അവർക്ക് പേപ്പർ എഴുതി എല്ലാം വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. എന്തോന്ന് കടയായിരുന്നു? ബേക്കറി. അവിടെ നല്ല കച്ചവടം നടക്കും. എന്നിട്ട് അവിടെ 38 വർഷം ഇരുന്നു. 38 വർഷം ഇരുന്ന് ആ പുള്ളി പറഞ്ഞ് കട മാറി കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെ ഇത്രയും സാധനം എങ്ങോട്ട് വാരി. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ഞാൻ പോയി. അപ്പോൾ ഭഗവാൻ പറഞ്ഞ് അടുത്ത കടയിൽ വാരി ഇട്ടിട്ട് താക്കോൽ കൊടുക്കാൻ പറഞ്ഞു. അടുത്ത് കടയില്ല. നോക്കിയപ്പോൾ എവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം വത്സലൻ സാർ അവിടെ വന്നു ഭഗവാന്റെ അടുത്ത്. അപ്പോൾ അങ്ങേരെ ഒരു പാവമാണ്, പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു മുറി ശരിയാക്കി കൊടുക്കാം. വത്സലൻ സാറ് വന്ന് അങ്ങേരെ മരുവൻ്റെ ഒരു മാവൊക്കെ നിന്ന് മുറിച്ചിട്ട് ഒരു കട കെട്ടി. അപ്പോൾ അവിടെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അത് 4 വർഷം ആവാൻ പോകുന്നു. കച്ചവടമൊക്കെ ഉണ്ടല്ലേ? കച്ചവടമുണ്ട്. ഒരു പ്രശ്നം ഒരു ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് അതുമല്ല സാറിന് എന്തോ അസുഖം ഉണ്ടായിരുന്നത്? ആ കുരുമന്തിട്ടത്തിൻ്റെ എവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ സാറാണ് എൻ്റെ കൂടെ പറഞ്ഞപ്പോൾ സാറോടും തന്നെ ഭഗവാൻ പറഞ്ഞ ഉടനെ തന്നെ അപ്പോൾ ആളുകൾ ചോദിച്ചു എന്താണ് നിങ്ങളിവിടെ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ പറഞ്ഞ് എനിക്ക് പെറ്റയും പാക്കും ഒക്കെ വാങ്ങിച്ച് വയ്ക്കാനുള്ള കട ചെയ്യാമെന്നാണ് എന്ന് പറഞ്ഞു. നിന്ന ഒരു ഭയങ്കരപ്പെട്ട ഒരു മാവ് കായ്ക്കണ മാവിനെ മുറിച്ചിട്ട് അവിടെയാണ് കെട്ടി തന്നത്. ഇപ്പോൾ പുള്ളി ആരെ മരുവൻ പറഞ്ഞ് 8000 രൂപ വട വേണമെന്ന് പറഞ്ഞു ഈ മാസം മുതൽ. അത് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനുള്ള വഴിയൊക്കെ നോക്കുന്നത് മോനാണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ വൈകുന്നേരമൊക്കെ പോവുള്ളൂ. ഭാര്യയെ ചെന്ന് അവളാണ് ചായ അടിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോഴൊക്കെ ഭഗവാൻ പറയും അവരവിടെ നിന്ന് ചായ അടിച്ചിട്ട് നിങ്ങളവരെ വിളിച്ചോണ്ടിഞ്ഞ് വരണ്ട, അവർ വരണ ദിവസം വരട്ടെ. എന്നിട്ട് ഭഗവാൻ ഒരു ഫോട്ടോ എടുത്ത് അവളയിൽ കൊടുത്തു ലക്ഷ്മണമൂർത്തിയുടെ. ഇത് വച്ചയ്ക്കാൻ പറഞ്ഞു കടയിൽ. അപ്പോൾ അവൾ കയറുമ്പോൾ ഈ ഫോട്ടോയിൽ തൊഴും കടയിൽ കയറും. ദക്ഷിണാമൂർത്തിയുടെ പടമാണ് ഭഗവാൻ എടുത്ത് കൊടുത്തത്. ഭഗവാൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദേവതയുടെ ഇത് ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവം തന്നെ ഉള്ളെങ്കിലും 15 ദിവസം നല്ല കച്ചവടം നടക്കും. 15 ദിവസം ശകലം ഇത് വരും. അത് സാരമല്ല, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ട് നടക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ട് ഈ പിന്നെയാണ് ഭഗവാന്റെ തെണ്ടി തരിപ്പണമായപ്പോഴാണ് ഞാൻ ഭഗവാന്റെ അടുത്ത് ചെല്ലണത് പോത്തങ്കോട്. അപ്പോൾ അവിടെ ചെല്ലും തൊഴും പോരും. അപ്പോൾ ഭഗവാൻ പല ദിവസം മോളോട് പറഞ്ഞു പിന്നെ അച്ഛൻ ഇവിടെ വരില്ലേ കൊച്ചെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ അച്ഛൻ വരും, കൊച്ചിലെ പോലെ അച്ഛൻ വരും, എന്തെങ്കിലും കഴിക്കും പോകും ഭഗവാനായിട്ട്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് മോളാണ് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത്. ഇതൊക്കെ ആയിരുന്നു PRS കിടന്നപ്പം. PRS നേഴ്സായിരുന്നു. അവളിപ്പോൾ ലണ്ടനിൽ പോയി. അപ്പോൾ ഭഗവാൻ ഉള്ളപ്പോൾ ഇവർക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് പരീക്ഷ കഴിഞ്ഞ് പേപ്പർ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു എന്തായാലും ഇത് കിട്ടിയാലും ദൂരെ പോകുമല്ലേ, നിങ്ങൾ ഇവിടെ കാണൂല്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അവളിപ്പോൾ ലണ്ടനിലാണ്. അതിൽ കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാൻ PRS ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഭഗവാനെ ചികിത്സിച്ചവർ, അതായത് അവിടെ ജോലിയിലുണ്ടായിരുന്നവരെല്ലാം വേറൊരു നിലവാരത്തിലേക്ക് പോയി. ഡോക്ടർമാർ തന്നെ അമേരിക്കയിലും
അതുപോലെ ലണ്ടനിലും കാനഡയിലും ഒക്കെ പോയി. അതുപോലെ കൂടെ നിന്ന് മരുന്നൊക്കെ എടുത്ത് കൊടുത്ത നഴ്സുമാർ, ഇഞ്ചക്ഷൻ എടുത്തവരും, അവർ ഇപ്പം സാറിൻ്റെ മോള് തന്നെ വിദേശത്ത് പോയി. ഇങ്ങനെ എല്ലാ പേരും വ്യത്യസ്ത, കാരണം അദ്ദേഹത്തിന് ചികിത്സിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവർ ജോലി ചെയ്തതാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് സ്പർശിക്കാനുള്ള ഭാഗ്യം കിട്ടിയവരെല്ലാം വേറെ നിലവാരത്തിലേക്ക് പോയി. അത് അവിടെ പലരും എന്നെ തന്നെ വിളിച്ച് പറഞ്ഞു, എനിക്ക് പലരെയും അവിടെ ചികിത്സിച്ച് അവരെ അറിയുകയും ചെയ്യാം. അവരെല്ലാം വേറെ നിലവാരത്തിൽ എല്ലാവരും ഉയർന്ന നിലയിലേക്ക് പോയി. അതുപോലെ തന്നെ സ്വാമിയെ അവസാനം നമുക്ക് വീട്ടിൽ തന്നെ ആശ്രമത്തിൽ തന്നെ 1-2 നഴ്സ്, മെയിൽ നഴ്സ് നിന്നിരുന്നല്ലോ. അവരെല്ലാം ഒരാൾ ഗവൺമെൻറ് ജോലി കിട്ടിപ്പോയി, ഒരാൾ വിദേശത്ത് പോയി. എല്ലാവരും, അതാണ് ഞാൻ പറഞ്ഞത്, ഭഗവാനെ ശുശ്രൂഷിച്ചവർ എന്ന അവർ പോലും വേറെ നിലവാരത്തിലേക്ക് പോയി. അതാണ് ഭഗവാന്റെ ഒരു കാരുണ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഇന്നും താഴെക്കിടയിലേക്ക് രക്ഷപ്പെടുത്തി നിർത്തുന്നത് ഭഗവാനാണ്. ഞാനിവിടെ പോയാലും അവിടെ നിന്ന് PRS ആശുപത്രി കൊണ്ടുപോകും, അവിടെ നിന്ന് രക്ഷപ്പെട്ടിഞ്ഞ് പോരും. അപ്പോൾ ഇപ്പോൾ എനിക്ക് അഗസ്ത്യരൂപത്ത് പോകണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നി. അപ്പോൾ തിരുവനന്തപുരത്ത് എന്നെ മരുമോൻ്റെ ചേട്ടൻ പാസ് എടുത്ത് തന്നപ്പോൾ ഞാൻ ഇനി പോന്നു, പാസ് എടുത്തെന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് ഒരു 2 വ്യാഴാഴ്ച ആവാൻ പോകണം, ഒരു വ്യാഴാഴ്ച. അപ്പോൾ ഞാൻ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ കട്ടിലിൽ കിടന്നപ്പോൾ എനിക്ക് തോന്നി തറയിൽ കിടക്കാം. തറയിൽ കിടന്ന് ഞാൻ അങ്ങനെ കിടന്ന് തീരും മുമ്പേ ഉറങ്ങിയപ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. കുറച്ച് ആളുകൾ വെളിയിൽ നിൽക്കുന്നത്, ആരെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത്രയും കാലം പോയില്ലേ, ഇനി അത് മതി, ഇവിടെ ഇരുന്ന് നാമം പറയാൻ പറഞ്ഞു. അങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ഭഗവാൻ നിൽക്കുന്നത്, അത് എനിക്ക് പറയാൻ പറ്റില്ല. ഇല്ല, ഭാഗ്യം ഉണ്ടാക്കി തന്നു. ഭഗവാൻ അങ്ങനെയാണ്. നമുക്ക് സാറ് ചിലപ്പോൾ ഈ സമയത്ത് അഗസ്ത്യവൃത്തി പോയിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമായിരുന്നു, അതിന് സംശയം വേണ്ട. അതുകൊണ്ടാണ് ഭഗവാൻ അത് ബ്ലോക്ക് ചെയ്തത്. കാരണം പിന്നീട് അത് ചിലപ്പോൾ നമുക്ക് പാടില്ലാത്ത ഓരോന്ന് ചെയ്യുമ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. അത് ഭഗവാൻ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്തതാണ്, അതിനെ നിയന്ത്രിച്ചതാണ്. അത് എനിക്ക് ഭയങ്കരപ്പെട്ട വിറയൽ ഈ കയ്യിൽ ഇങ്ങനെ, ഇപ്പോഴും ചെറുതായിട്ടൊക്കെ വിറയ്ക്കും, എന്നാലും വിറയലിൻ്റെ മരം. അപ്പോൾ ഞാൻ അങ്ങനെ നിന്നപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ അവിടെ ഭഗവാൻ മുകളിലിരിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങനെ താഴെ തൊഴുതൊന്നും. ഇവിടെ കല്ലിക്കാട്ട് വെച്ചാണോ? തേവങ്കോട് ആശ്രമം, അവിടെ പോത്തങ്കോട് ആശ്രമത്തിൽ. അപ്പോൾ ഭഗവാൻ പെട്ടെന്ന് എൻ്റെ ഒരു വിരലിൽ പിടിച്ച് അവിടെ ഇരിക്കാൻ, വിരലിൽ ഇങ്ങനെ പിടിച്ച്. ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം നല്ല ക്ലിയറായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇനി മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലെങ്കിൽ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ 3000 രൂപ വരെ ആവും മരുന്നിന്. അപ്പോൾ ഭഗവാൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, എന്നിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ തുണ്ടിനെ അങ്ങേറ്റ് വലിച്ചു കയറിയിട്ട് മെഡിക്കൽ കോളേജിൽ എഴുതി തന്നു. ഭഗവാൻ്റെ കൂടെ ഞാൻ പറഞ്ഞു. അപ്പോൾ അന്ന് വരെ ചികിത്സയുടെ തുണ്ട് കീറിക്കളഞ്ഞു. പിന്നീട് ഞാൻ പോയില്ല, ഇതുവരെയ്ക്കും പോയില്ല. പിന്നെ PRS മോള് കൊണ്ടുപോയി കാണിച്ചത്. അത്രേ. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ കൂടെ BP ഒക്കെ കൂടും. ഇപ്പോൾ ഈ പ്രായത്തിൻ്റെതായ അങ്ങനെ. ഇപ്പോൾ അവിടുത്തെ ചികിത്സയിലാണ് 3 ഡോക്ടർമാർ നോക്കും. അവള് വിളിച്ച് പറഞ്ഞങ്ങനെ 100 ഡോക്ടർ കാണിച്ചു. പിന്നെ ആരാണ്ട് ആശുപത്രിയിൽ നിന്ന് ഇവള് പോയി ആശുപത്രി എന്ന് പറഞ്ഞ് പെട്ടെന്ന് കാർഡിയോളജിയിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. പിന്നെ BP ഇങ്ങനെ കൂടിക്കൊണ്ടുവന്ന് കുറഞ്ഞില്ലേ, അപ്പോഴും കൊണ്ടുവന്ന് കാണിക്കും. പിന്നെ അവിടെ കാർഡിയോളജിയിൽ ഡോക്ടറെ കുളിയ, അത് 250 രൂപ 10 എണ്ണം. അത് കഴിക്കും, രാത്രി ഒരെണ്ണം കഴിക്കും. ശരി. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ എൻ്റെ ഇപ്പം മൂത്ത മോനുണ്ട്. ഒരാൾ മണക്കാട് ആറ്റുകോവിലിൻ്റെ ഇവിടെയാണ് താമസിക്കുന്നത്, ഇളയോട്. അപ്പോൾ മോൻ എൻ്റെ അടുത്തുണ്ട്, ഭാര്യയും. അങ്ങനെ എൻ്റെ അമ്മാവിയാരാണ് ഭഗവാന്റെ. ഞാൻ കുറച്ച് പടം ഇതേപോലെ ഭഗവാന്റെ, അവരാണ് വിളക്കൊക്കെ കത്തിക്കുന്നത്. കത്തിച്ച് നാമം പറയും അവരവിടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ചേര ഇങ്ങനെ വന്ന് ആ നടയുടെ ഇവിടെ വന്ന് കുറേ നേരം അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് അപ്പോഴവർ പറഞ്ഞു, ഒരു ചേര പടിയിൽ. ഞാൻ പറഞ്ഞു, അത് സാരമല്ല, അതങ്ങ് പോകും. അത് പിന്നെ അതങ്ങ് പോയി. ചേര ഒരു വലിയ ചേര, ഈ നാമം പറയണ കേട്ടോണ്ടിരുന്നായിരിക്കും. അപ്പോൾ അതങ്ങ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ. എല്ലാ ജീവജാലങ്ങളും പ്രപഞ്ചമാതാവിൻ്റെ മക്കളാണ്. തന്നെ
എല്ലാ ജീവജാലങ്ങൾക്കും ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. ഭഗവാൻ ഇരിക്കുന്നിടത്ത്, ഭഗവാന്റെ പ്രസൻസ് ഉള്ളിടത്ത് എല്ലാം പാമ്പുണ്ടായിരുന്നു. പണ്ട് കള്ളിക്കാട് സ്വാമി കിടക്കുന്നതിൻ്റെ അടുത്ത് വലിയ ഉഗ്രവിഷമുള്ള സർപ്പം ശരിക്കും കിടക്കുന്ന പായിലും അല്ലെങ്കിൽ സൈഡിലും എപ്പോഴും കാണുമായിരുന്നു. ഞാൻ കിടന്ന അവിടെ സ്വാമിയുടെ അടുത്ത് കിടക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്തൂടി ഇഴഞ്ഞു പോയിട്ടുണ്ട്. പാമ്പ് ദേഹത്തൂടെ രാത്രി, ഞാൻ കൊച്ചായിരുന്നു, എൻ്റെ ദേഹത്തൂടി ഇഴഞ്ഞു പോയിട്ടുണ്ട്. ഈ ഇഴഞ്ഞിങ്ങനെ പോകുമ്പം നല്ല തണുപ്പാണ് ഈ പാമ്പ് ഇഴഞ്ഞ് ദേഹത്തൂടി പോണ സമയത്ത്. നമ്മളാരും ഉപദ്രവിച്ചിട്ടോ. എന്നാലും ഞാൻ പോത്തങ്കോട് ആശ്രമത്തിൽ പോയപ്പം എനിക്ക് ഭഗവാനെ കാണണമെന്ന് മനസ്സിൽ ഭയങ്കര സങ്കടമായിട്ട് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് സ്വപ്പം കഴിഞ്ഞപ്പോൾ ഞാൻ എഴിച്ച് ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാനായിട്ട് അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്നൊരു പാമ്പ് ഇങ്ങനെ വരണം. ഞാൻ തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു. അത് താഴെ കൂടെ ഇറങ്ങി. പിന്നെ ഞാൻ കണ്ടില്ല. അവിടെ സ്വയംഭൂ നാഗരുടെ സ്വയംഭൂ ക്ഷേത്രം ഉള്ള സ്ഥലമാണ്. സ്വയംഭൂ ലിംഗം ഇരിക്കുന്ന സ്ഥലമാണ് പോത്തങ്കോട്. അപ്പോൾ നാഗർക്ക് അത്രയും പ്രാധാന്യമുള്ള സ്ഥലമാണ് ശരിക്കും പോത്തങ്കോട്. അവിടെ നാഗരുടെ പ്രസൻസ് ഇല്ലാത്ത ദിവസം ഇല്ലെന്നാണ്, നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ കണ്ട് തൊഴുത്. നല്ല നാഗരാണ്. അല്ലാതെ നല്ല പത്തിയൊക്കെ ഉള്ള നല്ല നാഗം ഇഷ്ടമാതിരി ഉണ്ട് അവിടെ. പക്ഷെ ഇന്ന് വരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ആരെങ്കിലും പേടിപ്പിക്കുകയോ പോട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ കണ്ടാൽ അത് ഒഴിഞ്ഞു പോവേ ഉള്ളൂ. അതാണ് അങ്ങേ കണ്ടപ്പോഴും അത് സൈഡിൽ കൂടി അങ്ങ് ഒഴിഞ്ഞു പോവേ അല്ലാതെ. എന്നിട്ട് അഗസ്ത്യർ കൂടെ പോകാൻ നേരത്ത് ഒരു പ്രാവശ്യം ഭഗവാന്റെ കൂടെ വന്ന് പറഞ്ഞു പാസ് എടുത്തേ പോകാമെന്ന്. അപ്പോൾ ഞാൻ ഭഗവാനെ മറന്ന് കൂട്ടുകാരെന്നെ വിളിച്ച് അവരോട് ഞാൻ പോയപ്പം മൂന്നാറ്റുമുക്കെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു പറ്റ ആന നിൽക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആനയെ തൊഴുതപ്പോൾ ആനകളെല്ലാം കൂടെ ബാങ്കൊല്ലായിലങ്ങ് പോയി. എന്നിട്ട് ഞാൻ പോവുകയാണ്. ഞാനാണ് മുമ്പേ പോണത്. എന്നിട്ട് കുറേ അപ്പുറത്ത് ചെന്നപ്പം 3 കാട്ടുപോത്ത് ഇങ്ങനെ വഴി. അപ്പം ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഇനി നമുക്ക് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് എന്തൊരു പേടി, നിങ്ങളെ മക്കളെ ആയി, ഭാര്യ ഉണ്ട്, ഇനി എന്തൊരു മക്കളായി എന്ന് പറഞ്ഞു. എന്നെയും കൂടെ വിളിച്ച് ഞാൻ പോയി. അതിരുമല ചെന്നപ്പോൾ മണി 1 ആയുള്ളൂ. രാത്രിയാണ് നടന്നത്. രാത്രി ഇവിടെ നിന്ന് 1 മണിക്ക് തിരിച്ചത്. വെളുപ്പാങ്കാലം 4 ആയപ്പോൾ നമ്മൾ അങ്ങ് പൊങ്കാല പറയല്ല, അങ്ങ് കയറി തിരിയൊക്കെ കത്തിച്ച് വെച്ച് തൊഴുത് ഇനി ഇറങ്ങാൻ നേരത്ത് ഞാൻ ഇറങ്ങി പോന്നു. ഇറങ്ങി അതിരുമല വന്നത് ഫോറസ്റ്റ് പിടിച്ച് നിരത്തി. നിങ്ങൾ ആര് പാസ് എടുക്കാതെ വിട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിരന്ന് നമ്മളെ കൊണ്ടുവരികയാണ്. അപ്പം ബോണക്കാട്ടോട്ട് തിരിയിനടുത്ത് വന്നപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ 3 പേരെയും കൂടെ നിൽക്കാൻ പറഞ്ഞ് അവർ നിന്ന്. ബാക്കിയുള്ളവരെ താഴെ ഇറക്കി ഫോറസ്റ്റുകാർ കൊണ്ടുപോയി. ഈ 4 പേരെയും കിട്ടിയില്ല. അപ്പം ഞാൻ ഈ നാച്ചുകാർ എന്ന് പറയുന്ന ആ കുന്നിൽ കൂടെ താഴെ ഇറങ്ങി. ഇവരൊക്കെ ആ വഴി അറിഞ്ഞൂടെ ഫോറസ്റ്റുകാരൊക്കെ. എന്നിട്ട് പറഞ്ഞു തീരുന്നുമ്പേ നാച്ചുകാരൻ്റെ താഴെ വന്നു. നമ്മൾ അവിടെ നിന്ന് രാത്രി തന്നെ അവിടെ നിന്ന് തിരിച്ച് എന്നിട്ട് 3 ദിവസം മല മുഴുവൻ ഞങ്ങളെ അന്വേഷിച്ച് കിട്ടിയില്ല. ഞാൻ 10 ദിവസം ആറ്റോ കോവിലിൽ നിന്ന്, ബാക്കിയുള്ളവർ ജാമ്യം എടുത്ത്. ഞാൻ 10ൻ്റെ ഒന്നും ചെന്ന് ജാമ്യം എടുത്ത. അവരിപ്പോൾ അശോകൻ സാറ് പറഞ്ഞ് വേണ്ട പോണ്ട. അപ്പോൾ വീട്ടിലാരും സമ്മതിക്കില്ല, പോലീസ് പിടിച്ചോണ്ട് പോകുന്ന ഭയങ്കര വേണം. പിന്നെ 500 രൂപയായി ജാമ്യം എടുത്തത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ് നമ്മളെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പാസ് എടുക്കുന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം പോയി, അദ്ദേഹത്തിനെ പിടിച്ചില്ല, ഇനി പോകുന്നു. അപ്പോൾ വീട്ടിൽ വന്ന് കടയിൽ വന്ന് സാറ് വന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പോകുന്നെന്ന്. ഭഗവാൻ ഇത് കണ്ടിട്ടാണ് നേരത്തെ പറഞ്ഞത് പാസ് എടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. കാരണം ഭഗവാൻ ത്രികാലജ്ഞാനിയല്ലേ. ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യം ഭഗവാന്റെ അടുത്ത് പറയുമ്പം തന്നെ ഭഗവാൻ അങ്ങോട്ട് കാണുകയാണ്, കണ്ടിട്ടാണ് പറയണത്. അപ്പം നമ്മൾ പലപ്പോഴും ഭഗവാൻ പറഞ്ഞത് ചിലപ്പോൾ ഭഗവാൻ ദൂരെ കൂടിയിട്ടങ്ങ് പറഞ്ഞ് പാസ്സൊക്കെ എടുത്തിട്ട് പോകണം എന്ന് പറഞ്ഞങ്ങ് വിടും. പക്ഷെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കണ്ടില്ലെങ്കിൽ ഭഗവാൻ എപ്പോഴും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാൻ ഒരുപാട് പ്രാവശ്യം ഒരു കാര്യം പറയില്ല, ഒരു പ്രാവശ്യം പറയും. ആ ഒരു പ്രാവശ്യം പറയണത് ആ വാക്കിനെ അത്രയും വില കൽപ്പിക്കാതെ പോയാൽ അവർക്ക് തകർച്ച വന്നിട്ടുണ്ട്. സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് സാരമില്ല, എന്നാലും നിങ്ങളിഞ്ഞ് പോകുന്നല്ലോ എന്ന് പറഞ്ഞു. ഇനി പാസ് എടുത്തേ പോകാമെന്ന് പറഞ്ഞു. അതിൽ പിന്നീട് ഞാൻ പാസ് എടുത്ത് ഒരു പ്രാവശ്യം പോയി ഭഗവാന്റെ കൂടെ ചോദിച്ചിട്ട്, അപ്പോൾ കൂട്ടിനൊരു പയ്യനെയും കൂടെ കൂട്ടി. ആ പയ്യൻ കൂടെ വന്നു. എന്നിട്ട് പോയിട്ട് വന്ന് ഭഗവാന്റെ കൂടെ പറഞ്ഞു. ഭഗവാന് നല്ല സന്തോഷമൊക്കെ ആയിരുന്നു. പോയി
പിന്നെ അതിൽ പിന്നെ പോയില്ല. ഇപ്പോൾ പാസ് എൻ്റെ മരുമകൻ എടുത്തു. എടുത്തപ്പോൾ ഞാൻ പോത്തങ്കോട്ട് പോയി അവിടെ പോയി തൊഴുത് ഇനി പോന്നു. അപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച ഇത് കണ്ടത്. പറഞ്ഞെങ്കിൽ പിന്നെ പോവില്ല, ഇനി പോവില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ അവസരം കൊടുത്ത് പോകണ്ട എന്ന് പറഞ്ഞ ഡോക്ടർ മഞ്ജു ഡോക്ടർ പരുത്തിപ്പള്ളി ആശുപത്രിയിൽ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അവിടെ ചെന്ന് എന്തെങ്കിലും ആയിപ്പോയാൽ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല, വലിയ പാടാണ്. അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ പാവം പറഞ്ഞത് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ ഡോക്ടറെ കണ്ടത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അതുമല്ല, ഇത്രയും കുത്തു തേരിയാണ് നമുക്ക്. അഗസ്ത്യവടത്തിൻ്റെ തേരികളെന്ന് പറയുന്നത് നമുക്ക് ആ കുന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരു ശകലം പോലും ഒരു ഇതുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊങ്കാലക്കളം കഴിഞ്ഞ് മുകളിലോട്ട് കയറുമ്പോൾ മുട്ട് മൂക്കി തട്ടും എന്ന് പറയും പോലെ. അതിന് ഒരു സംശയം വേണ്ട. ഞാൻ എത്രയും പ്രാവശ്യം പോയിട്ടുണ്ട്, ഭഗവാന്റെ കൂടെയും പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഭഗവാൻ അതിലൂടെ വന്നപ്പോൾ കുറച്ച് സാറുണ്ടായിരുന്നെന്ന് അറിഞ്ഞൂടെ, വെള്ളം അടിച്ചുകൊണ്ട് കുറേ ആളുകൾ അവിടെ അതിരുമല കഴിഞ്ഞ് അപ്പുറത്ത് വെള്ളം ഉണ്ടായി. അപ്പം ഭഗവാൻ ചോദിച്ച് ഞാൻ ഇത്തിരി അങ്ങോട്ട് പൊയ്ക്കോട്ടാന്ന് ചോദിച്ചു. ഭഗവാൻ മുമ്പേ അങ്ങ് കയറിപ്പോയി. ഭഗവാൻ അങ്ങ് പോയപ്പോൾ എന്തോ പറഞ്ഞ് അവർ കള്ളിക്കാട്ട് വന്ന് അതിലൊരാൾ വന്ന് ഭഗവാന്റെ കൂടെ മാപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ ഭഗവാനങ്ങ് പോകും. ഭഗവാന് വഴിയൊന്നും വേണ്ടവരൊക്കെ ഭഗവാനെ തടയാനൊന്നും. ഈ നാച്ചിയാറെന്നുള്ള വഴിയിൽ ഭഗവാൻ പോയിട്ടില്ല. ഭഗവാൻ എൻ്റെ കൂടെ പറഞ്ഞ് ഞാൻ കാവ്യാറ്റ് മമ്പറം വഴിയാണ് പോയിട്ടുള്ളത്. അതിലൂടെ ഞാൻ പെട്ടെന്നങ്ങ് പോകും. അല്ല ഈ വഴി ഞാൻ അതിലേ പോയിട്ടില്ല. ഭഗവാൻ അത് ഞാൻ പറഞ്ഞപ്പോൾ ഭഗവാന് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ് ഇത് അപാരപ്പെട്ട ഒരു കുന്നാണ്, അത് കടക്കാട്ടിൽ ഇങ്ങനെ പിടിച്ച് ആണ് കയറണത്. അതിലൂടെയാണ് തിരിച്ച് താഴെ ഇറങ്ങിയത്. യവന്മാരെ പേടിച്ച് എന്തോ ഒരു 2-3 മിനിറ്റ് ആകും മുമ്പേ നാച്ചാറിൻ്റെ അടിഭാഗത്തെത്തി. ഇവർക്ക് പിടിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഇവർ നമ്മളെ കാണാത്തതുകൊണ്ട് പിന്നെ മലയിൽ അവർ പോയി, ഫോറസ്റ്റുകാർ വാച്ചർമാരും പോയി. എന്നിട്ട് കണ്ടില്ല. ഞങ്ങൾ രാത്രി അവിടെ നിന്ന് നടന്ന് പിന്നെ പൊടിയത്ത് വന്ന് ബാക്കിയുള്ളവരെ പിടിച്ചവരെ നേരെ ജയിലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് മെഡിക്കലെടുത്ത്, നെടുമ്പങ്കോട്ട് കൊണ്ടുവന്ന് മെഡിക്കലെടുത്ത് നേരെ ജയിലിൽ കൊണ്ടുപോയി. കാട്ടാക്കുളങ്ങര എൻ്റെ മച്ചമ്പിക്കാരനെയും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, അവരെയും കൊണ്ടുപോയി. അങ്ങനെ അതിൽ രക്ഷപ്പെട്ടു ഭഗവാൻ. അവരെ അന്ന് കിട്ടിയിരുന്നെങ്കിൽ അടിച്ചനെ, നമ്മളെ പിടിക്കാതെ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരടിച്ചു. 100% അവരടിച്ചനെ. അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റിയില്ല. നമ്മൾ പൊടിയത്ത് വന്ന് നമുക്ക് പരിചയമുള്ള ഒരു പയ്യൻ BJP-യിലുള്ള അവനെ ഫോൺ ചെയ്തപ്പോൾ അവൻ ഇത് വണ്ടി കൊണ്ടുവന്നു, ജീപ്പ്. അതിൽ കയറി നേരെ കോട്ടയം ഇഞ്ഞ് വന്ന് റേഞ്ച് ഓഫീസിൻ്റെ അവിടെ വന്നു. അപ്പം ഞാൻ വണ്ടിക്കകത്ത്, ബാക്കിയുള്ളവർ അതിൽ നടന്നു പോയി. ഞാൻ വണ്ടിക്കകത്ത് ഇരുന്നിട്ട് ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞ് നിങ്ങൾ പണിക്ക് വന്നതെന്ന് പറയുന്നു, സുഖമില്ലാത്തതുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞു. ഞാൻ അങ്ങനെ വണ്ടിയിലിരുന്ന് അവർ ബാക്കിയുള്ളവർ നടന്നങ്ങ് മുണ്ടണി കൂടെ അങ്ങ് പോയി. അങ്ങനെ ഒക്കെ ഉള്ള ഭാഗ്യമൊക്കെ ഭഗവാനും അതെല്ലാം പറഞ്ഞ ഒരു കാര്യം ഭഗവാൻ പറഞ്ഞതിനെ കേൾക്കാതെ പോയതിൻ്റെ ആണ് ഈ പറയണ അവസ്ഥയൊക്കെ വന്നത്. എന്നാലും രക്ഷിക്കും. നമ്മളെ ഭാഗത്ത് കുറച്ച് തെറ്റൊക്കെ വന്നാലും ഭഗവാൻ ക്ഷമിച്ച് തന്നെ. ഞാൻ ഭഗവാനോട് മാപ്പ് ചോദിച്ച് ഞാൻ അറിയാതെ പോയി. അവരെന്നെ കൊണ്ടുപോയി. എന്നിട്ട് അവന്മാർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇനി ചാവാൻ പേടി എന്താണ്, അതാണ് ഇതാണെന്നൊക്കെ എൻ്റെ കൂടെ ചോദിച്ചു. നമുക്ക് വഴി വെച്ച് തന്നെ ദുർനിമിത്തമൊക്കെ കാണിച്ചു തന്നെയാണ് തന്നെ. അപ്പോഴും ഞാൻ പറഞ്ഞു തിരിച്ചു പോകാമെന്ന്. അവന്മാർ കേട്ടില്ല. അതിൻ്റെ പേരിൽ ജയിലിൽ കിടന്നില്ലേ? ജയിലിൽ കിടന്നു. എൻ്റെ പേര് കേൾക്കാത്തവർ നിർബന്ധിച്ച് കൊണ്ടുപോയി അവർ അകത്ത് കിടന്ന് നിങ്ങളിഞ്ഞ് പോരുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഇവിടെ 3 പേര് ഇവിടെ കൊണ്ടുപോയി. അതേ 4 പേര് പോന്നു. 14 പേര് പോയി. 10 പേരും അകത്തായി. 10 പേര് അകത്തായി. അവിടെ ഒരു കരിക്കെടുത്ത് ചെത്തിയത് ഇവിടെ തിരുവനന്തപുരത്ത് കണ്ട്, കരിക്ക് ചെത്തണ PTP-യിൽ. അതെ, ക്യാമറയിൽ കൂടെ കണ്ട്. ആരുടെ ഇതിൻ്റെ പൂജാരി എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ എൻ്റെ മച്ചമ്പിയാണ് കരിക്കെടുത്ത് ചെത്തിയത്. അപ്പോൾ എൻ്റെ പേര് അവർ പറഞ്ഞില്ല. പിന്നീടാണ് അവർ എൻ്റെ പേര് പറഞ്ഞത്, ഞാൻ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ അതിലുള്ള ഒരു ഫോറസ്റ്റുകാരന് എന്നെ അറിയാം. അപ്പോൾ അങ്ങേര് പറഞ്ഞ് ഇനി മേലാൽ ഈ പിള്ളേരോട് പോകരുത്, അഥവാ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളൊരു പാസ്. അശോക് സാറും ഉണ്ടായിരുന്നു. അശോക് സാർ സർവീസിലുണ്ട്. ഉണ്ട്. അങ്ങനെ സാറും വഴക്ക് പറഞ്ഞു ഇവന്മാരുടെ പയ്യേന്. അപ്പോൾ ഇത്രയും സമയം ഭഗവാന്റെ ചാനലിൽ വന്ന് സാറിൻ്റെ അനുഭവങ്ങളും അതുപോലെ ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് പോയതിൻ്റെ പണി കിട്ടിയ പണിയും കാര്യങ്ങളും എല്ലാം
ഭക്തർക്ക് ഒരു ഉപദേശമായി തീരട്ടെ. കാരണം ഭഗവാൻ സ്വപ്ന രൂപണത്തിലോ അല്ലാതെയോ നമുക്ക് ചില കാര്യങ്ങൾ നിർദ്ദേശം തരും. അപ്പോൾ നമുക്കെല്ലാം അനുസരിച്ചില്ലെങ്കിലും കുറേയെങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ അനുസരിച്ച് പോയാൽ നമുക്ക് അപകടങ്ങളിൽ പെടാതെ രക്ഷപ്പെടാൻ പറ്റും. അതിന് സംശയം വേണ്ട. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തന്നെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലെ ഭക്തരെ കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റ് ഭക്തർ കൂടി അറിയാനുമുള്ള അവസരം കൊടുക്കുക. അപ്പോൾ എല്ലാ പേർക്കും നല്ലത് വരട്ടെ. ഭഗവാന്റെ ഭക്തർക്കെല്ലാം ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.